പുതിയ വീഡിയോ. ഇതൊരു ട്രിപ്പ് പ്രിപ്പറേഷൻ കൈൻഡ് ഓഫ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ് വീഡിയോ. എന്നാലും എനിക്കെന്തോ ഇഷ്ടമാണ് ഇത് ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെനസ്ഡേ, ഇന്നിപ്പം സൺഡേ, വെനസ്ഡേ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം വലിയ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ഓൺലൈൻ ആയിരുന്നു. കാരണം എനിക്ക് ഓഫ്ലൈൻ പോയി ചെയ്യാൻ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ഓഫീസിൽ നല്ല തിരക്കുള്ളൊരു ടൈം ആയിരുന്നു. മാർച്ച് നമ്മുടെ ഇയർ എൻഡിങ് ഒക്കെ ആയിരുന്നുകൊണ്ട് അപ്പം ഓഫ്ലൈൻ ഒന്നും നടന്നിട്ടില്ല. എല്ലാം ഓൺലൈൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ലാസ്റ്റ് മൊമെന്റ് കാര്യങ്ങളുണ്ടല്ലോ, ലൈക്ക് എനിക്കൊരു വാച്ച് വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ വാച്ച് നോക്കണം, പിന്നെ അല്ലറ ചില്ലറ ചെറിയ ആക്സസറീസ് ഒക്കെ ഒന്ന് നോക്കണം, പിന്നെ കുറച്ച് മെഡിസിൻസ് വാങ്ങണം, പിന്നെ അതാ ഇത് കണ്ടോ, എൻ്റെ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ഉദയപൂർ പോയപ്പം നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തതാ പോയിട്ട്. ഇപ്പം എല്ലാവരും ട്രിപ്പ് പോകുന്നതിന് മുമ്പ് നെയിൽ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്യുന്ന ഇങ്ങനെ കണ്ടുവരുന്നതുകൊണ്ട് ഞാനും പോയി ചെയ്തു. ആദ്യമായിട്ട് ചെയ്തതായിരുന്നു. പിന്നെ ഈ പോയിന്റ് ഫിംഗറിലെ നെയിൽ ഒരു 2 ആഴ്ച മുന്നേ ഊരിപ്പോയി. ബാക്കിയെല്ലാം ഇത് കണ്ടോ, എൻ്റെ നഖം വളർന്ന് ഇവിടം വരെ വന്നു. മറ്റേതിങ്ങനെ പൊങ്ങി പൊങ്ങി വരും. അപ്പോൾ അതൊന്ന് പോയി റിമൂവ് ചെയ്യണം. അതുണ്ട്. പിന്നെ ഹെയർ കട്ട് അത് ഇന്നുണ്ടാവില്ല കേട്ടോ, നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം. അതാകുമ്പോൾ അവർ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നോളല്ലോ. അപ്പോൾ ട്യൂസ്ഡേ പോയി ഹെയർ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു, ഇന്ന് കാണിക്കണ്ട, മുടിയൊക്കെ വെട്ടിയിട്ട് വന്നാൽ മതി വീഡിയോയിൽ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അപ്പോൾ നമ്മൾ ട്യൂസ്ഡേ മുടി വെട്ടി കഴിഞ്ഞിട്ട് ഈ വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഹെയർ കട്ടിങ് ഇതെല്ലാം കൂടി ചെയ്തിട്ട് പിന്നെ പാക്കിങ് നമ്മുടെ മെയിൻ ഐറ്റം. ഇപ്പം ഇന്നൊരൊറ്റ ദിവസം നമുക്ക് പാക്കിങ്ങിനുള്ളൂ. കാരണം പിന്നെ നാളെ മറ്റന്നാളൊക്കെ എന്തായാലും ഓഫീസിൽ തിരക്കായിരിക്കും. അപ്പം നമുക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് പാക്കിങ്ങും ചെയ്യണം. പിന്നെ ഇത് കൂടാതെ എനിക്ക് ഇന്നൊരു ഷൂട്ടുണ്ട്. അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഈ ട്രിപ്പ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒരു അവിയല് പരുവത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പം വെൽക്കം ടു ദിസ് വീഡിയോ വൺസ് അഗൈൻ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് ഹായ്, എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. ഗൈസ്, അങ്ങനെ എനിക്കും ഒരു ആപ്പിൾ വാച്ച് കിട്ടിയിരിക്കുന്നു എന്ന് പറയാൻ കാര്യം, ഇതെനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പം നമ്മൾ ട്രിപ്പ് പോകുന്നത് 9th-നാണ്, ഏപ്രിൽ 9th. അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. പക്ഷെ വാങ്ങിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ വകയാണെന്ന്. ഞാനെന്താന്ന് ആരാണെന്നും പറയുന്നില്ല. ഈ പുള്ളി തന്നതാണ് കേട്ടോ. വാച്ച് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ പോയത് മണിപ്പാലുള്ള കാനറ മോളിലേക്കായിരുന്നു. അവിടെ ഒരു ലേഡി സ്റ്റോർ ഉണ്ട്. അവിടെ പോയിട്ട് കുറച്ചെന്തെങ്കിലുമൊക്കെ കമ്മലും മാലയും പിന്നെ റിങ്സും ഒക്കെ നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അധികമൊന്നും എടുത്തില്ല. പിന്നെ നേരെ പോയത് നെയിൽ എക്സ്റ്റൻഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞു. ആ നെയിലൊക്കെ പോയപ്പോൾ എന്തൊരാശ്വാസം. എല്ലാവരും ചെയ്യുന്നത് കണ്ട് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്തതായിരുന്നു ഈ നെയിൽ എക്സ്റ്റൻഷൻ. പക്ഷേ എൻ്റെ സാറേ, ഇനി ഈ പരിപാടിക്ക് ഞാനില്ല. വെറുതെ നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കി ഇത് തുറന്നു വന്നപ്പം എൻ്റെ ഈ നടുക്കത്തെ വിരലിൽ നാക്ക് ഒടിഞ്ഞിരിക്കുമായിരുന്നു അകത്ത്. എന്നിട്ടിപ്പോൾ പുള്ളി പറഞ്ഞു അതങ്ങനെ ഇരുന്നാൽ ഇനിയും വെള്ളമൊക്കെ കയറിയിട്ട് സെപ്റ്റിക് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ ഒരു കോട്ടിങ് വെച്ചത് ഫില്ല് ചെയ്തു. അങ്ങനെ എല്ലാം റെഡിയായി. ഇനി ഈ പരിപാടിക്ക് ഞാനില്ല എന്നൊക്കെ ഞാനിപ്പോൾ പറയും. ഇനി എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ എൻ്റെ ആ ഒരു എന്തിൻ്റെ കേടായിരുന്നു എനിക്കെന്ന് വരെ തോന്നിപ്പോയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനെടുത്ത 2 മണ്ട തീരുമാനങ്ങളായിരുന്നു ബാങ്ക്സ് വെട്ടുന്നതും നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നതും. ഇതൊക്കെ നമുക്ക് ലൈഫിലൊരു പാഠങ്ങളായിരിക്കും. അങ്ങനെ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഉച്ചയായപ്പം തിരിച്ച് വീട്ടിലെത്തി. രാവിലെ ഫുഡ് പുറത്തുനിന്നായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്കും പുറത്തുനിന്ന് കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ലേറ്റ് ആയെങ്കിലും നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് തട്ടിക്കൂട്ടി ഒരു കുക്കർ പുലാവ് അങ്ങ് വെച്ചു. കഴിച്ചിട്ടില്ല, ഇനി കഴിക്കണം. അതിനു മുമ്പ് പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്ന് കട്ടിലേ വെച്ചു. ഇനിയും കുറച്ചും കൂടെ കൊണ്ടുവരാനുണ്ട്. ഇതിപ്പോൾ എൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഏട്ടൻ്റേത് മിക്കവാറും ഏട്ടന് നാളെ മറ്റന്നാളും ഒക്കെ ഓഫീസ് കഴിഞ്ഞ് വൈകുന്നേരം പാക്ക് ചെയ്യാൻ സമയം കിട്ടും. എനിക്ക് പക്ഷേ ഒരു കഴിഞ്ഞ 2 ആഴ്ചത്തെ പോക്ക് വെച്ച് നോക്കുവാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ സമയം കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു സൺഡേ കിട്ടിയപ്പം
കുറച്ചൊന്ന് ചെയ്ത് ഒതുക്കി വെച്ചേക്കാൻ, ഞാൻ ചെയ്യണം എന്ന് എനിക്കുള്ള കാര്യങ്ങൾ ഒന്ന് ഒതുക്കി വെച്ചേക്കാം എന്ന് വിചാരിച്ചു. കാരണം ബാക്കി ഇപ്പം എന്തെങ്കിലും ഫൈനൽ ടച്ചൊക്കെ നമുക്ക് നോക്കിക്കോളും. അപ്പം ഇനി കുറച്ചും കൂടെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മേ ബി ലഞ്ച് കഴിച്ചിട്ടായിരിക്കും പാക്കിങ് തുടങ്ങുന്നത്. ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ പുറത്ത് പോയ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നടന്നു കേട്ടോ. വാച്ച് വാങ്ങണം എന്ന് വിചാരിച്ചു പോയി, വാച്ച് കിട്ടി. അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത് പേയ്മെൻറ്റ് ഞാൻ ചെയ്തോളാം, ഇതെൻ്റെ വകയാണെന്ന്. അപ്പോൾ അതൊക്കെ അത് കഴിഞ്ഞു. പിന്നെ നെയിലിൻ്റെ കഴിഞ്ഞു. പിന്നെ ചെറിയ അതത്ര ആക്സസറീസ് ഒന്നും ഞാൻ വിചാരിച്ച പോലെ അത്ര നല്ലതൊന്നും കിട്ടിയില്ല. പക്ഷെ എന്നാലും തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുമല്ലോ, അങ്ങനെ ബെറ്ററായിട്ട് തോന്നിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതൊക്കെ മതി. ഇനിയിപ്പോൾ ഉള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ ലഞ്ചിന് നമ്മുടെ പുലാവും സാലഡും അച്ചാറും എല്ലാം റെഡി ആയിട്ട് കഴിക്കാൻ പോകുമ്പോഴാണ് ഒരു തോന്നൽ വന്നത്, ഒരു പപ്പടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനേന്ന്. അപ്പോൾ നമ്മൾ ഇതാ പപ്പടം കൂടെ കാച്ചി ലഞ്ച് കഴിക്കാൻ പോവാം. ആഹാ, അങ്ങനെ ഒരു തോന്നൽ വന്നാൽ പിന്നെ നമ്മളൊന്നും നോക്കത്തില്ല. പപ്പടവും കാച്ചി ലഞ്ച് റെഡി. അങ്ങനെ ലഞ്ച് കഴിഞ്ഞിട്ട് റൂമിൽ വന്നപ്പോണ്ടല്ലോ എനിക്കൊന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നൊരവസ്ഥയായിരുന്നു. പക്ഷെ നിവർത്തിയില്ല. കാരണം ഇത് ഇപ്പോൾ ചെയ്ത് തീർത്തില്ലെങ്കിൽ പിന്നെ ഇന്നതിന് സമയം കിട്ടത്തില്ല. കാരണം വൈകുന്നേരം വെയിലാറിയിട്ട് പുറത്തു പോയി ചെയ്യാനൊരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ 2 ഷൂട്ട്സ് ആട്ടോ പ്ലാൻ ചെയ്തത്. ഒന്ന് രാവിലെ ആയിരുന്നു, അത് ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയത്. ഇനിയുള്ളത് ഈവനിങ് ആണ്. അപ്പോൾ ഈ ഒരു ഇടയ്ക്കത്തെ ഈ ഒരു സമയം വേണം എനിക്ക് പാക്കിംഗ് ഒക്കെ ഒതുക്കാൻ. ഈ ഷൂട്ട് ഇന്ന് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ പെൻഡിങ് കിടക്കും. ഞാൻ പോയി വരുമ്പോഴത്തേക്കും എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാകത്തില്ല. അപ്പം അതും കൂടെ ഒരു കരയ്ക്ക് അടുപ്പിച്ചിട്ട് വേണം പോകാനെന്നുണ്ട്. അപ്പം ഏതായാലും ഞാൻ വന്നിട്ട് കുറച്ച് പുതിയ ഡ്രസ്സസും ഉണ്ട്, കുറച്ച് പഴയ ഡ്രസ്സസും ഉണ്ട്. അപ്പോൾ പുതിയ ഡ്രസ്സസിൻ്റെ ടാഗൊക്കെ കളഞ്ഞ് എല്ലാം അയൺ ചെയ്ത് ഞാനെല്ലാം പെയേഴ്സ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഏത് ടോപ്പിൻ്റെ കൂടെ ഏത് ബോട്ടം വേണം എന്നൊക്കെ റെഡി ആക്കിയിട്ട് ഇവിടെ മാത്രം ഇപ്പുറത്തും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഡ്രസ്സ് ഫുള്ള് കാണിക്കുന്നില്ല കേട്ടോ. കാരണം അത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനിയും വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ ഒരു പുതുമയങ്ങ് പോകത്തില്ലേ നമ്മൾ അവിടെ വെച്ചൊക്കെ കാണിക്കുമ്പോൾ. അതുകൊണ്ടൊന്നുമല്ല കേട്ടോ, എനിക്കിപ്പോൾ കാണിക്കാൻ മടിയാണ്. എനിക്കിതൊന്ന് റെഡി ആക്കണമല്ല. അപ്പോൾ ഡ്രസ്സസ് ഏകദേശം എല്ലാം എടുത്തു വെച്ചു. കുറച്ചും കൂടെ ഉണ്ട്. ഇത് കണ്ടോ, ഇതെനിക്ക് എൻ്റെ അച്ഛൻ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നൊരു കോഡ് സെറ്റാണ് കേട്ടോ. ഇത് ഞാൻ ട്രാവലിങ്ങിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരു കോഡ് സെറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുമായി. അപ്പോൾ ഡ്രസ്സസ് ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇപ്പം മഴയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് 2 റെയിൻ കോട്ട്സ് എടുത്ത് വെക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ മറ്റു സാധനങ്ങൾ, സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് വെക്കുന്നുള്ളൂ. നമുക്ക് ഇനി യൂസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നുള്ളത് ഷാംപൂ, കണ്ടീഷണർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അത് നമ്മൾ ചെറിയ ബോട്ടിൽസിലായിട്ടാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ സിംഗപ്പൂർ പോയപ്പോൾ അങ്ങോട്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പം അവരതെല്ലാം എടുത്ത് മാറ്റി വെച്ചു. നമ്മൾക്ക് തിരിച്ച് തന്നു വിട്ടില്ല. 100 ml കൂടുതലുള്ളതൊന്നും വിടില്ല എന്ന് പറഞ്ഞിട്ട് തന്നു വിട്ടില്ല. നമ്മുടെ ഒരു ബോഡി ലോഷൻ, ഒരു ഷവർ ജെല്ല്, ഇതെല്ലാം പോയായിരുന്നു. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. ചെറിയ ബോട്ടിൽസിലുള്ള ഷാംപൂ, കണ്ടീഷണറൊക്കെയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏതാ എടുക്കുന്നതെന്നുള്ളത്. പിന്നെ ഫുഡ് വെയർസും ഇപ്പം ഞാൻ കാണിക്കുന്നില്ല. ഈ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ ഇട്ട് പെയർ ചെയ്തിട്ട് അപ്പം കാണുന്നതല്ലേ രസം. അതുകൊണ്ട് ഇപ്പം അതൊന്നും കാണിക്കുന്നില്ല. ഇപ്പം എല്ലാം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിനി എല്ലാം ഇതെടുത്ത് പെട്ടിയിലോട്ട് വെക്കണം. അതാണ് ഒരു പെൻഡിങ് ടാസ്ക്. ഇതെല്ലാം ഒരു പെട്ടിയിൽ കൊള്ളിക്കണം. അതാണൊരു. പിന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് എന്തായാലും മറ്റേ ആളുടെ ബാഗിലോട്ട് കയറ്റാം. അതിലെന്തായാലും സ്ഥലം കാണും. അപ്പം അതായി. നമ്മുടെ പാക്കിങ് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി മെയിൻ ഇത് കയറ്റി വെക്കുക എന്നുള്ളവരണം മാത്രമേ മിച്ചമുള്ളൂ. ഇനി ട്രിപ്പിനെ പറ്റി 2-3 കാര്യങ്ങൾ പറയാം. ഏതാണ് ഡെസ്റ്റിനേഷൻ എന്ന് മാത്രം ഈ വീഡിയോയിൽ പറയുന്നില്ല. അതൊന്നെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വഴിയോ. അത് മിക്കവാറും ഈ വീഡിയോ ഞാൻ പോയി കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വഴി നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവുമായിരിക്കും. ഏതായാലും നമ്മളൊരു 7 days ട്രിപ്പാണ് കേട്ടോ പോകുന്നത്. April 9th നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, വീട്ടിൽ നിന്ന് ഇറങ്ങും. പക്ഷേ April 10th ഏർലി മോർണിംഗ് മുംബൈയിൽ നിന്നാണ് നമ്മുടെ മെയിൻ ഫ്ലൈറ്റ്. 9th നമ്മൾ മുംബൈക്ക് പോവാണ്. അപ്പോൾ 10, 11, 12, 13, 14, 15, 16 7 ദിവസത്തെ ട്രിപ്പാണ്. 17th റിട്ടേൺ, നമ്മൾ തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ സ്ഥലത്ത് ഇപ്പോൾ മഴയാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. തോന്നലല്ല, അവിടെ ഇപ്പോൾ മഴയാണ്, അവിടെ ഇപ്പോൾ റെയിനി സീസൺ ആണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇത് എൻ്റെ ഒരു
ഡ്രീം ഡെസ്റ്റിനേഷനാണ്. എൻ്റെ വൺ ഓഫ് ദി ഡ്രീം ഡെസ്റ്റിനേഷൻസ് ആണ്, എൻ്റെ മാത്രമല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒരു ക്ലൂ ഉണ്ടല്ലോ, ഏപ്രിൽ മന്തിൽ റെയിനി സീസൺ ഉള്ള ഒരു സ്ഥലമാണ് ഇന്ന്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നില്ല. നമുക്ക് ഹെയർ കട്ട് ഉണ്ട്, എനിക്ക് മാത്രമല്ല ഉങ്കുനും ഹെയർ കട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാം പാക്ക് ചെയ്തതും എല്ലാം കൂടെ കാണിച്ചിട്ട് അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ബോട്ടിൽ ഷാംപൂ കണ്ടീഷണറൊക്കെ എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് ഹെയർ ക്ലെൻസറാണ്, പിന്നെ ഇത് ഹെയർ കണ്ടീഷണർ, ഇത് ബോഡി ലോഷൻ. ഇത് 3ഉം നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് 3ഉം നമ്മൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത് ഞങ്ങൾ ചെന്നൈയിൽ പോയപ്പോൾ അവിടെ താജിൽ താമസിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയതായിരുന്നു. അപ്പം ഇത് ഞങ്ങൾക്കിപ്പോൾ ഏതായാലും ട്രാവലിന് നല്ല യൂസ്ഫുൾ ആവും. കഴിഞ്ഞ ട്രിപ്പിൻ്റെ ടാഗ്, ലഗേജ് ടാഗ് ഇതുവരെ ഊരാൻ സമയം കിട്ടിയില്ലായിരുന്നു. ഇപ്പോഴാട്ടോ ഈ ട്രിപ്പ്. ഇതിപ്പോൾ അധികമൊന്നും ആയില്ല കേട്ടോ. ഫെബ്രുവരി 26-നായിരുന്നു ലാസ്റ്റ് നമ്മൾ ഉദയപൂർ പോയത്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോഴാണിത് റിമൂവ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ. അങ്ങനെ രാത്രി 10 മണിയായപ്പം എൻ്റെ പാക്കിംഗ് ഒക്കെ ഒരു 90% കഴിഞ്ഞു കേട്ടോ. ഇനി 2 ദിവസം ഉപയോഗിക്കേണ്ട സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല, ബാക്കിയെല്ലാം കയറ്റി. ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഒരു 90-95% സാധനങ്ങൾ ഈ ഒരു പെട്ടിയിൽ കൊണ്ടു. ഇനി കുറച്ച് എൻ്റെ ഹാൻഡ് ബാഗിൽ കയറ്റും. ഇനി പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഉങ്കുൻ്റെ ബാഗിലോട്ട് കുത്തി കയറ്റുന്നതായിരിക്കും. അതിനകത്ത് എന്തായാലും സ്ഥലം കാണും. അപ്പോൾ എല്ലാം സെറ്റ്. എൻ്റെ റൂമിൻ്റെ പരുവം കണ്ടോ നിങ്ങൾ? ഒരു പാക്കിങ് കഴിഞ്ഞതിൻ്റെ കൊടുങ്കാത്തൊക്കെ വീശിപ്പോയ പോലെ ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ. പിന്നെ അത് ഇരിക്കുന്ന ബാഗ് കണ്ടോ, അവിടെ അല്ല ഇവിടെ. ആ ബാഗ് എന്തിനായിരുന്നു, ഞാൻ കുറച്ച് ഫുഡ് വെയർസ് അതിനകത്താണ് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ക്യാമറയും ലെൻസും അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ ബാഗ്. അപ്പോൾ ടോട്ടൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു പെട്ടിയും ആ ക്യാമറ ബാഗും പിന്നെ ഉങ്ങിൻ്റെ ബാക്ക് പാക്ക് ആയിരിക്കും എന്നല്ല, ബാക്ക് പാക്കാണ്. അപ്പോൾ അതും പിന്നെ എൻ്റെ ഹാൻഡ് ബാഗും, ഈ 4 ബാഗായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം 7 ഡേയ്സിന് ഇത്രയൊക്കെ എന്തായാലും വരും അല്ലേ? വരും. അങ്ങനെ ട്യൂസ്ഡേ ആയിരിക്കുകയാണ്. നാളെയാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ ഹെയർ കട്ട് ചെയ്യുന്ന തലേ ദിവസം പോയിട്ട്. അപ്പം അതിനിപ്പോൾ 7:30-ക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ്. അപ്പം വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങി ഇപ്പം സലൂണിലോട്ട് പോവാണ്. ഹെയർ കട്ട് ചെയ്തിട്ട് കാണിക്കാം, അല്ല അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം. മുടി വെട്ടിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇപ്പം ഞാൻ മുടിയേൽ എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്തുക എന്നുള്ളതൊരു ശീലമായിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിക്കും മുടിയേൽ. അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഉദയപൂർ പോകുന്ന നേരത്താണ് ഇത് വെട്ടിക്കൊളാക്കിയത്. ഇന്ന് പക്ഷേ നമ്മൾ കുളമാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കുറേ നാളെ ഞാൻ താഴോട്ട് വെട്ടിയിട്ട് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ട് കുറേ. അപ്പം അറ്റത്തൊക്കെ ഒന്ന് വെട്ടിയിട്ട് എൻ്റെ ലെയറൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യിക്കണം, അത്രേ ഉള്ളൂ ഉദ്ദേശം. മുടി വെട്ടിയിട്ട് ഇന്നലെ മുടി അഴിച്ചിട്ട് കാണിച്ചില്ല അല്ലേ? ഞാൻ ഫുള്ള് റെഡി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് 2 മണിക്കാണ് നമ്മൾ ടാക്സി പറഞ്ഞേക്കുന്നത്. ഇപ്പം 1:15 കഴിഞ്ഞു. എനിക്കിന്ന് വർക്കിംഗ് ആയിരുന്നു, അപ്പോൾ കുറച്ച് പണി തീർക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം റെഡി ആവാൻ തുടങ്ങി. അപ്പം റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് കാണിച്ചു തരാം. ഞാൻ മുടി വെട്ടിയത് കാണിക്കാം എന്ന് പറഞ്ഞായിരുന്നു ലാസ്റ്റ് ഞാൻ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഏതായാലും ഇപ്പം നമ്മൾ മുംബൈ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. നമ്മൾ മാംഗ്ലൂർ വന്നു, മാംഗ്ലൂരിൽ നിന്ന് ഫസ്റ്റ് ഫ്ലൈറ്റ് എടുത്ത് മുംബൈയിൽ വന്നു. ഇപ്പം ടൈം 10:15 രാത്രി. ഞാൻ 1:15-നാണ് ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. ഇനി 2 മണിക്കാണ് നമുക്ക് നമ്മളുടെ ഫ്ലൈറ്റ് ടു ദ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ക്ലൂ ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് നോക്ക് കേട്ടോ. ഏതായാലും ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടതാ ഇതുണ്ടോ, ഞാൻ വിചാരിച്ച പോലെ അല്ല വെട്ടിയത്. ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റം ഒന്ന് ഷേപ്പ് ചെയ്യണം, എൻ്റെ ലെയറൊക്കെ ഒന്നും കൂടെ ഒന്ന് നന്നാക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പോയത്. പക്ഷേ
ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കൺവിൻസിങ് സ്റ്റാർസ് സലൂണിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞാൻ കുറ്റമായിട്ടല്ല കേട്ടോ പറഞ്ഞത്, അവർ നന്നായിട്ട് അവർക്ക് അതിൻ്റെ ഐഡിയ ഉള്ളതുകൊണ്ട് അവർ നന്നായിട്ട് ചെയ്തു. എന്നോടൊപ്പം ഞാനിപ്പോൾ ഈ ബാങ്ക്സ് വെട്ടി കുളമായതുകൊണ്ട് അവരതിന് ചേരുന്നൊരു രീതിയിൽ എനിക്ക് ഹെയർ വെട്ടി തന്നെ എനിക്കിഷ്ടമായി ഈ പ്രാവശ്യം ഹെയർ കട്ട് ചെയ്തത്. പിന്നെ അതാ മുടി വെട്ടിയിട്ട് ഞാൻ കാണിക്കാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കൂ. അപ്പം ഇതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും മുടിയൊക്കെ വെട്ടിയിട്ടുള്ള ലുക്ക് കേട്ടോ. അപ്പോൾ ഏതായാലും എൻ്റെ ഡ്രസ്സ് ഇതാ ഞാൻ നേരത്തെ പാക്ക് ചെയ്തപ്പോൾ കാണിച്ച ആ ഗ്രീൻ കോഡ് സെറ്റാണ് ഞാൻ ഇട്ടത്. അച്ഛൻ തന്നു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇനി ഞങ്ങൾ ഇതുവരെ ഡിന്നർ കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മൾക്ക് 2 മണിക്കാണ് ഫ്ലൈറ്റ്, അതുകൊണ്ട് 11 മണിക്കേ ലോഞ്ച് ആക്സസ് ഓപ്പൺ ആവുള്ളൂ. അപ്പം അത് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ ഈ വീഡിയോ ഇനിയും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നമ്മളുടെ സ്ഥലത്ത് എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളും ഇൻഫർമേഷൻസും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അങ്ങനെ അത്ര ഇൻഫർമേറ്റീവ് ഒന്നുമല്ല, ചുമ്മാ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു ചെറിയ വ്ളോഗാണ്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ.